സ്വർഗം കാണിച്ചു തരുമ്പോ അത് കണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ് ഈമാനോടുകൂടി മരിക്കുന്നവരും ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ആ പൊന്നുമോളെ നിങ്ങളെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇത് കണ്ടിട്ട് മരിക്ക്. ആ സ്വർഗം കണ്ടതിൻ്റെ പ്രകാശമാണ് മരിച്ചു കിടക്കുന്നവരുടെ മുഖത്ത്. മരിച്ച ആൾക്കാരുടെ മുഖത്ത് വെളുപ്പല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ നല്ല മരണം കിട്ടിയവരുടെ മുഖത്ത് നോക്കിയാൽ വെളുപ്പല്ലാത്ത ഒരു നിറമാടോ, ഒരു വല്ലാതെ സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള ഒരു വെളിച്ചം, അസ്തമിക്കുന്ന സമയത്തുണ്ടാകുന്ന ചുമപ്പാണോ വെളുപ്പാണോ എന്നറിയാത്ത ഒരു വല്ലാത്ത പ്രകാശമാണ്. ആ പ്രകാശമേതാ? അത് സ്വർഗം കാണുമ്പോൾ ആ സ്വർഗത്തിൽ നിന്നടിക്കുന്ന വെളിച്ചമാ. അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മുഖത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ മരണവേദന എന്തായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആഗ്രഹമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് അസ്റായിൽ എന്ന മലക്ക് വന്ന് സലാം പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ അസ്റായില്, എന്തേ അസ്റായില്? യാ റസൂലല്ലാഹ്, എനിക്കങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, അങ്ങയെ ഇഷ്ടപ്പെടുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാ. പറയുന്നത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക, അസ്റായിൽ എന്ന് പറയുന്ന മലക്കാ പറയുന്നത്, നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവര്, നബിതങ്ങളെ സ്നേഹിക്കുന്നവര്, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവര് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാ നബിയേ. അതുകൊണ്ട് ഞാൻ അവൻ്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോ, ഞാൻ ഇഷ്ടപ്പെടുന്നവനാണല്ലോ, അതുകൊണ്ട് ഞാൻ അവനോട് കരുണ കാണിക്കും നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് മുടങ്ങാതെ പറയുന്ന ഉമ്മമാരെ, നിന്റെ മരണം എങ്ങനെയാണെന്നറിയുമോ പെങ്ങളെ? മരണത്തിന് വല്ലാത്ത വേദനയാ മോള്. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും അവിടെ നിന്ന് കരഞ്ഞില്ലേ? ആയിഷ, ഇന്നലിൽ മൗത്തിൽ സക്കറാ, മരണത്തിന് വേദനയാണെന്ന് നബിതങ്ങൾ പോലും പറഞ്ഞില്ലേ? വേദന സഹിക്കാൻ കഴിയാതെ വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിച്ചില്ലേ? എഴുന്നേക്കുകയും കടക്കുകയും ചെയ്തില്ലേ? ആ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ ആദം നബി അലൈഹിസ്സലാം മുതൽ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ വേദന കുറച്ചു കൊടുക്കും നബിയേ. അവനെ ഞാൻ വേദനിപ്പിക്കില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുമ്പോ വേദനിപ്പിക്കത്തില്ല നബിയേ. പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ചതുപോലെ അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞവന്റെ റൂഹ് പിടിക്കും നബിയേ. അത് വല്ലാത്ത ഒരു പ്രതിഫലമാ പെങ്ങള്. അള്ളാഹു നിന്റെ മരണവേദന കുറച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്നവരാ നമ്മൾ. അല്ലാഹുവോട് ദുആ ചെയ്യും, പടച്ചവനെ എന്റെ മരണവേദന കുറച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്നവരല്ലേ. സ്വലാത്ത് പറഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാണുമ്മ. മരണവേദന അള്ളാഹു കുറച്ചു തരുമുമ്മ. അസ്റായില് കരുണ കാണിക്കും പെങ്ങള്. അത് സ്വലാത്ത് പറയുന്നതിലൂടെ നിനക്ക് റബ്ബ് തരുന്ന ഒരു പ്രതിഫലമാണ്. അള്ളാഹുവേ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അതാ മീകായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ.
മീകായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ. സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. എനിക്ക് അവരോട് സ്നേഹമാണ് നബിയേ. എനിക്ക് അവരോട് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അതുകൊണ്ട് ഞാൻ അവരെ മറക്കൂല. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യനെ ഞാൻ മറക്കൂല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അന അസ്ഖീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, ഹൗലുൽ കൗസറിന്റെ ചാരത്ത് കൊണ്ടുവരും നബിയേ. ഇന്നാ അഅതൈനാകൽ കൗസർ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കുടിച്ചാ ജീവിതത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകാത്ത ഹൗലുൽ കൗസറിലെ പാനീയമാ പെങ്ങളെ. സ്വലാത്ത് പറയുന്ന നിനക്ക് അല്ലാഹുവേ മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, ഹൗലുൽ കൗസർ നിന്നെ കുടിപ്പിക്കും പെങ്ങള്, നിന്നെ കൊണ്ടുപോകും പെങ്ങള്. നാളെ പരലോകത്ത് നിന്നെ ഹൗലുൽ കൗസറിന്റെ ചാരത്തേക്ക് മീകായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്ന് നല്ല മരണമാണ്, മരണവേദന കുറച്ചു കിട്ടുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം ഹൗലുൽ കൗസർ കുടിക്കാനുള്ള അവസരമാണ്. ഇനി മൂന്നാമത്തെ ഭാഗ്യം ഏതെന്നറിയുമോ? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കും സ്നേഹമാണ് നബിയേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, ഞാൻ അവരെ മറക്കൂല നബിയേ. എന്താണ് പ്രതിഫലമെന്നറിയുമോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂടുമ്പോ ഞാനും നിങ്ങളും എഴുന്നേറ്റ് കബറിനകത്ത് നിന്ന് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, അല്ലാഹുവിന്റെ കോടതിയിൽ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പെങ്ങളെ, ചെമ്പിന്റെ തറയിലാണ് മോളെ. ഈ ഫാനിന്റെ ചുവട്ടിലിരുന്നിട്ട് ശരീരം വിയർക്കുന്നില്ലേ? വല്ലാതെ ചൂടെടുക്കുന്നില്ലേ? മഴ പെയ്തിട്ട് പോലും ചൂടല്ലേ പെങ്ങളെ? എന്നാ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് സിറാജിന്റെ ഒരു ചാണ് മുകളിലാ, എന്റെ തലയുടെ ഒരു ചാണ് മുകളില് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അള്ളാന്റെ പരലോകമുണ്ടല്ലോ. ചെമ്പിന്റെ തറയിലാ നമ്മൾ നിൽക്കുന്നത്, വസ്ത്രം ധരിച്ചിട്ടില്ല, ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുകയാ. പെങ്ങളെ, ഈ വിയർപ്പ് തുള്ളി സിറാജിന്റെ മുഖത്തുകൂടെ ഒഴുകുന്നല്ലോ. ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വൻദോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. വീട്ടില് ചോറ് വെക്കാറില്ലേ പെങ്ങളെ? കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വരാറുണ്ടല്ലോ. ഇതുപോലെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറാ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമാണ് മസ്സറാ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. വാപ്പയ്ക്ക് നിന്നെ വേണ്ട, ഉമ്മ നിന്നെ കണ്ട പരിചയം കാണിക്കൂല, മക്കള് തിരിഞ്ഞു നോക്കൂല, ഒരാളും സഹായിക്കാത്ത ദിവസമാണ് മസ്സറാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ കാണുമ്പോ നമ്മുടെ മക്കൾ അല്ലാഹുവോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ എനിക്കതാ അല്ലാ,
എന്റെ വാപ്പയുടെ നന്മ എനിക്കിതാ അല്ലാ, എന്റെ പാപം എന്റെ ഉപ്പാടെ തലയിൽ കെട്ടിവെച്ചോ, ഉപ്പാനെ നരകത്തിലേക്ക് വലിച്ചെറിയ്, എന്നെ എറിയല്ലേ അല്ലാ എന്ന് മക്കള് പറയുന്ന ദിവസമാണ് മസ്സറ. 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഉമ്മ ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ പൊന്നുമോളുടെ കാലിനടിയിൽ പൊള്ളുകയാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അവള് റബ്ബിനോട് പറയുന്നു, നാഥാ എന്റെ ഉമ്മാനെ ഒന്നും മലത്തിക്കടത്തി താ അല്ലാ, നെഞ്ചത്ത് കയറി നിൽക്കട്ടെ റബ്ബേ, കാല് പൊള്ളുന്നു റബ്ബേ, കാല് പൊള്ളുന്നു റബ്ബേ എന്ന് നാളെ പരലോകത്ത് സ്വന്തം മക്കള് പറയുന്ന ദിവസമാണ് മസ്സറ. അന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ സ്വലാത്ത് പറഞ്ഞ ഉമ്മമാരെ, നമ്മൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കു സുജൂദിൽ കിടക്കുകയാ, അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാ. എഴുന്നേക്ക് ഇസ്രാഫീല്, എഴുന്നേക്ക് ഇസ്രാഫീല്, എന്തിനാ നീ ഇവിടെ സുജൂദിൽ കിടക്കുന്നത്? അല്ലാഹുവേ എന്തിനാണ് കിടക്കുന്നതെന്നറിയുമോ? അനാഹിദം ബിയദിഹി, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ ഇസ്രാഫീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ് അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ഈ നിബിതങ്ങളെ ഇഷ്ടപ്പെട്ട സ്വലാത്ത് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ഇവൾക്ക് പുറത്തു കൊടുക്കാതെ, ഇവൾക്ക് പുറത്തു കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് തല ഉയർത്തില്ല അല്ലാ. നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കുമടോ, നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹുവിനോട് പറയുന്നു, ഞാൻ എഴുന്നേക്കത്തില്ല പടച്ചവരെ, ഞാൻ ഇവിടെ നിന്ന് തല ഉയർത്തണമെങ്കിൽ ഈ സ്വലാത്ത് പറഞ്ഞ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കണം തമ്പുരാന്, ഈ ഉമ്മാന് നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത റബ്ബിന്റെ കോടതിയിൽ സ്വലാത്ത് പറഞ്ഞ ഒരു പെണ്ണിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ സുജൂദിൽ കിടക്കുമെങ്കില് പെങ്ങളെ നിന്റെ പ്രതിഫലമൊന്ന് ചിന്തിക്കൂ. പെങ്ങള് സ്വലാത്ത് പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമൊന്ന് ചിന്തിക്കൂ. 4ാമതായി വരുന്ന മലക്കേതാ? മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ജിബ്രീൽ, നിബിതങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ വേളയിൽ എനിക്കെന്റെ ജിബ്രീലിനെ കാണണമെന്ന് നിബിതങ്ങൾ പറഞ്ഞല്ലോ. ആ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ് ഞാനും മറക്കില്ല നബിയേ, ആരുമറിയാതെ സ്വലാത്ത് പറഞ്ഞ പെങ്ങളെ, ഉപ്പമാരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ. ഒരു പെണ്ണിന്റെ മുടിയെടുത്തിട്ട് 7ആയിട്ട് കീറിയാൽ അതിലെ ഒരു കീറലിന്റെ വലിപ്പം ചിന്തിക്കു പെങ്ങള്. അതുപോലെ നേർമയുള്ള പാലമാണ് സിറാത്ത്. 70,000 കൊല്ലം കയറ്റമാണ്, 70,000 കൊല്ലം നിരപ്പാണ്, 70,000 കൊല്ലം ഇറക്കമാണ്. ആ ഭയാനകമായ നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ തീ വന്ന് വിഴുങ്ങുകയാണ്. പേടിച്ച് ആ നരകത്തിന്റെ മുകളിൽ കെട്ടിക്കിട്ടിരിക്കും സിറാത്തിന്റെ ചാരത്ത് പേടിച്ചു നിൽക്കുമ്പോ ജിബ്രീൽ ചോദിക്കുന്നു, മോനെ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ മക്കളെ എന്തിനാ പേടിക്കുന്നത്? അനാഹിദം ബിയദിഹി വയമുറു അലസ്സിറാത്ത്. കൈപിടിച്ചു കൊണ്ടുപോകും ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അവരുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഇതാണ് സ്വലാത്തിന്റെ പ്രതിഫലം. പെങ്ങളെ, ഇതാണ് സ്വലാത്തിന്റെ പ്രതിഫലം. പിന്നെ ദുനിയാവിൽ നിനക്ക് സമാധാനമാണ്, സന്തോഷമാണ്, രോഗശമനമാണ്, ബർക്കത്താണ്, നിനക്ക് അനുഗ്രഹമാണ്. സ്വലാത്ത് പറയുന്നതിലൂടെ നിന്റെ
ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ്. വല്ലാത്ത സമാധാനമുള്ള ജീവിതം. രോഗങ്ങൾ മാറും പെങ്ങള്. നബിതങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, നബിതങ്ങളുടെ മധു പറഞ്ഞാൽ, പടച്ചവനെ എത്രയോ രോഗം മാറിയ ചരിത്രമുണ്ടല്ലോ. അതാ ബുർദ എഴുതിയതിലൂടെ അതാ ചരിത്രം പഠിച്ചവരാണല്ലോ. എത്രയോ പേരുടെ പ്രയാസങ്ങൾ മാറി.